ഗുഡ് മോർണിംഗ്. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് മെയ് 10-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. മലയാള മാസം മേടം 27. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം അത് ഇന്നലെ ഒത്തുതീർപ്പായിരുന്നു. യാത്രാദുരിതത്തിന് പരിഹാരമാകാൻ പോവുകയാണ്. ജീവനക്കാരുടെ പണിമുടക്ക് ഒത്തുതീർപ്പാവുകയായിരുന്നു. ഇന്നലെ നടത്തിയ ചർച്ചയിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്നാണ് ഇന്നലെ തീരുമാനത്തിൽ ധാരണയായത്. ജീവനക്കാർക്കെതിരായ നടപടി പിൻവലിക്കാൻ ധാരണയുമായിട്ടുണ്ട്. പിരിച്ചുവിട്ട എല്ലാ ജീവനക്കാരെയും തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ എടുത്ത തീരുമാനം. ഇന്നലെ സെൻട്രൽ ലേബർ കമ്മീഷണർ വിളിച്ച ചർച്ചയിലാണ് ഈ തീരുമാനങ്ങളെല്ലാം ആയത്. അതോടുകൂടി യാത്രാദുരിതം അവസാനിക്കുകയാണ്. ഗൾഫിലേക്ക് അടക്കമുള്ള യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരമാവുകയാണ്. ഒപ്പം ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസും ഒപ്പം JJPയും ഗവർണറെ കാണാൻ പോകുന്നു എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നു. അതിൽ തുടർ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ടൊപ്പം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് കർശനമായി തുടരാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലും ഇന്ന് തുടർ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ നോക്കാം. കൊച്ചി അമ്പലമുകൾ BPCLലെ ഡ്രൈവർമാരുടെ പണിമുടക്ക് 2-ാം ദിവസത്തിലേക്ക്. കൂലിത്തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. അണുനയ ചർച്ചകൾക്ക് തയ്യാറെന്ന് അധികൃതർ. പണിമുടക്കിനെ തുടർന്ന് BPCLൽ നിന്നുള്ള പാചകവാതക സിലിണ്ടറുകളുടെ നീക്കം പൂർണ്ണമായും നിലച്ചു. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് ഡ്രൈവേഴ്സ്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പരിഗണനയിലുള്ളത് 8 പ്രതികളുടെ ജാമ്യാപേക്ഷ. പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി ആക്രമിക്കുകയും ചെയ്തെന്ന് CBI കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭുവനേശ്വറിൽ റോഡ് ഷോ നടത്തും. നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലികൾ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സംയുക്ത പ്രചാരണം നടത്തും. ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധി അറിയിക്കാൻ ഗവർണർ ബന്ദാരു ദത്താത്രേയുമായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. നയാബ് സിംഗ് സേനി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മൗലികാവകാശമല്ലെന്നും ജാമ്യം അനുവദിക്കരുത് എന്നും ED കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയതയുടെ പേരിൽ BJP ഭയപ്പെടുത്തുന്നുവെന്ന് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി. ആദ്യ 3 ഘട്ട വോട്ടെടുപ്പിലും BJPക്ക് വൻ തിരിച്ചടിയുണ്ടായെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് BJP മത്സരിക്കുന്നതെന്നും മെഹബൂബ മുഫ്തി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഹൌസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷം. പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച കുടവട്ടൂർ ചെറുകരക്കോണം സ്വദേശി G സന്ദീപാണ് പ്രകോപനമൊന്നുമില്ലാതെ വന്ദനയുടെ ജീവനെടുത്തത്. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യത. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചേക്കും. സൂര്യാതപം ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാനത്ത് പരക്കെ വേനൽമഴ സജീവമാകാൻ സാധ്യത. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വേനൽമഴ കൂടുതൽ ലഭിച്ചേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ. പാലക്കാട് പറമ്പിക്കുളം അണക്കെട്ടിൽ പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കൽ തുടങ്ങി. 24 കോടി രൂപ ചെലവിലാണ് ഷട്ടർ സ്ഥാപിക്കൽ. കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ പൂർണ്ണമായി നീക്കം ചെയ്യും. വയനാട് നൂൽപ്പുഴ വടക്കനാട് കല്ലൂർക്കുന്നിൽ മുട്ടിക്കൊമ്പൻ എന്ന കാട്ടാനയുടെ വിളയാട്ടം. 2 തവണ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയ കൊമ്പനാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കിളിമാനൂർ പഴയ MC റോഡിൽ പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ അടിയന്തരമായി നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമായി വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നതായി പരാതി. കണ്ണൂരിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തള്ളിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പിഴ. കണ്ണൂർ കോർപ്പറേഷൻ 5000 രൂപ വീതം പിഴ ചുമത്തി. പാലക്കാട് വീട്ടാമ്പാറ ചേരിക്കുന്നിൽ തീപിടുത്തം.
50 ഏക്കറിലെ മരങ്ങളും കുറ്റിക്കാടും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കൊല്ലം കുളത്തൂപ്പുഴയിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ മേഖലയിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. കൊല്ലം ആശ്രാമത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷം. മുനിസിപ്പൽ കോളനി, ചേക്കോട്ട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലുള്ള ആളുകൾ 5 ദിവസമായി ദുരിതത്തിൽ. വീട്ടാവശ്യത്തിന് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കോഴിക്കോട് ചെക്യാട് സഹകരണ ബാങ്ക് പഞ്ചായത്ത് പരിധിയിൽ സൗജന്യ കുടിവെള്ള വിതരണം തുടങ്ങി. വേവം വാർഡിൽ ബാങ്ക് പ്രസിഡന്റ് പി സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ട അടൂർ ആലമൂട് ചാല റോഡിന്റെ ടാറിംഗ് വൈകുന്നതിനാൽ പൊടിശല്യം രൂക്ഷമാകുന്നു. റോഡ് പൊളിച്ചിട്ട് 1.5 വർഷമായിട്ടും ടാറിംഗ് നടത്താത്തിൽ പ്രതിഷേധിച്ച് പള്ളിക്കൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് റോഡ് സംരക്ഷണ സമിതി. കണ്ണൂർ പട്ടുവം കൊട്ടക്കീൽ കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തൽ തുടങ്ങി. 9 ലക്ഷം രൂപ ചെലവിലാണ് അറ്റകുറ്റപ്പണികൾ. കോതമംഗലത്ത് അത്യുഷ്ണം മൂലം ഫാമിൽ വളർത്തുന്ന കോഴികൾ ചാകുന്നതായി പരാതി. കോതമംഗലം നഗരസഭ 3-ാം വാർഡായ രാമല്ലൂരിലാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നത്. വടക്കാഞ്ചേരി കരുമത്രമങ്കരയിൽ ഓടുമേഞ്ഞ വീട് കത്തിനശിച്ചു. തീ പിടിച്ചത് കളത്തൂർ പാർവതി അമ്മയുടെ വീടിന്. തീ പടർന്ന സമയത്ത് വീട്ടിനുള്ളിൽ ആളുകളില്ലാതിരുന്നാൽ അപകടം ഒഴിവായി. കാക്കനാട് ചെമ്പുമുക്ക് സെയിന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന് തുടക്കമായി. കോട്ടപ്പുറം മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ടൈറ്റസ് കുരിശുവീട്ടിൽ, ഫാദർ വിനു പടമാട്ടുമൽ, ഫാദർ ആശിഷ് അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ 3ാമത് അഷ്ടപതി പുരസ്കാരം വിതരണം ചെയ്തു. മുതിർന്ന അഷ്ടപതി കലാകാരൻ വൈക്കം ജയകുമാറിന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദശാവതാരം ചന്ദനച്ചാർത്ത് സമാപിച്ചു. 10 അവതാരങ്ങൾക്ക് ശേഷം എല്ലാ രൂപങ്ങളും ദർശിച്ചാലുള്ള ഫലം തരുന്ന വിശ്വരൂപ ദർശനമായിരുന്നു ചടങ്ങിൽ സമാപന ദിവസം ഒരുക്കിയത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തൃശൂർ മുരിയാട് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 17 വാർഡുകളിലും ക്ലീൻ ഗ്രീൻ ഡേ ആചരിക്കും. തൃശൂരിൽ മാളയിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നതായി പരാതി. അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് പാതയോരത്ത് തള്ളുന്നത്. പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വയനാട്ടിൽ ഇക്കൊല്ലത്തെ വരൾച്ചയിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ. കണക്ക് പുറത്തുവിട്ട് കൃഷി വകുപ്പ്. കൊല്ലം ജില്ലയിൽ ആശങ്ക പടർത്തി ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. ഒരാഴ്ചക്കിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 48 പേർക്ക്. ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മലപ്പുറത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉൾപ്പെടെ ചർച്ചയായി. ആദിവാസി വിഭാഗത്തിന്റെ ക്ഷേമത്തിനുള്ള ഗോത്രനീതി വാത്സല്യധാര പദ്ധതികൾക്ക് മലപ്പുറത്ത് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയവയുടെ വ്യാപനത്തിനെതിരെ ജാഗ്രതാ നടപടികൾ ശക്തമാക്കും. കൊതുക് നിവാരണത്തിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് വീടുകളിൽ പരിശോധന നടത്തും. തിരുവനന്തപുരം വക്കം റോയൽ ലയൺസ് ക്ലബ്ബും ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി നാളെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വക്കം വെളിവിളാകം ഗൗരി ഗാർഡൻസിൽ ആണ് ക്യാമ്പ് നടക്കുക. കോഴിക്കോട് കുറ്റ്യാടി ടൗണിൽ വാഹന മോഷണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മോഷണം പോയത് 3 വാഹനങ്ങൾ. പോലീസ് അന്വേഷണം തുടങ്ങി. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ജൂൺ 1 തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസിൽ നടക്കും. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ഏഴംകുളം മിനി ഹൈവേയിലെ കുഴി അപകടക്കിണിയാകുന്നു. ഏഴംകുളത്ത് നിന്ന് ഏനാത്തേക്ക് പോകുന്ന മിനി ഹൈവേയിൽ മുട്ടത്തുകാവ് ജംഗ്ഷനിൽ കാവിന് മുന്നിലാണ് കുഴി രൂപപ്പെട്ടത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ.
കാപ്പാട് ടൂറിസം കേന്ദ്രം ഇന്ന് അടച്ചിടും. ശക്തമായ കാറ്റിൽ കടപുഴകി വീണ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് അടച്ചിടുന്നത്. കുസാറ്റിൽ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ ഇന്നു മുതൽ. കേരളത്തിനകത്തും പുറത്തുമായി 97 കേന്ദ്രങ്ങളിൽ പരീക്ഷ നടക്കും. കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൽ യങ് പ്രൊഫഷണലിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇന്നാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ ഡൽഹിയിലുള്ള ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെല്ലോ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കേരള സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിൽ PG, M.Tech കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. നോക്കാം ദേശീയ വാർത്തകൾ. ആന്ധ്രാപ്രദേശിൽ ഇത്തവണ BJPയും സഖ്യകക്ഷികളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി രാജസ്ഥാനിലും ഭജൻലാൽ ശർമ്മ. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ആരും കോൺഗ്രസിനെ അംഗീകരിക്കില്ലെന്നും ഭജൻലാൽ ശർമ്മ. പത്മ പുരസ്കാര ജേതാക്കൾക്കായി അത്താഴ വിരുന്ന് സംഘടിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഷ്ട്രപതി ഭവനിലാണ് അത്താഴ വിരുന്ന് ഒരുക്കിയത്. ശിവകാശി പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് തമിഴ്നാട് മന്ത്രി KKSR രാമചന്ദ്രൻ. ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 10 പേർ. ജമ്മുകശ്മീരിൽ 4 ഭീകരരുടെ സ്വത്തുക്കൾ കൂടി NIA കണ്ടുകെട്ടി. മുഹമ്മദ് ആലം ഭട്ട്, മുഹമ്മദ് യൂസഫ് ഖവാജ, ഷബീർ അഹമ്മദ് ഖഗാദ്, സക്കീർ ഹുസൈൻ എന്നിവരുടെ കുപ്വാരയിലെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അഹമ്മദാബാദിലെ 600 വർഷം പഴക്കമുള്ള ആരാധനാലയമായ പിരാന ദർഗയിൽ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക്. 37 പേർ അറസ്റ്റിൽ. സാം പിട്രോഡയെ വിമർശിച്ച് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി ഡോക്ടർ പ്രേംചന്ദ് ബെർവ. പിട്രോഡയുടെ വംശീയ പരാമർശം ഇന്ത്യൻ സംസ്കാരത്തിന് അപമാനമെന്നും പ്രേംചന്ദ് ബെർവ. ഡൽഹിയിലെ വനമേഖലയിൽ ഇനി മരം മുറിക്കരുതെന്ന് സുപ്രീം കോടതി. വനമേഖലയിൽ വൻതോതിൽ മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതി ഉത്തരവ്. ആന്ധ്രാപ്രദേശിലെ NTR ജില്ലയിൽ നിന്ന് 8 കോടിയുടെ അനധികൃത പണം പിടികൂടി. 2 പേർ അറസ്റ്റിൽ. ഡൽഹിയിലെ നരേലയിലെ ഷൂ ഫാക്ടറിയിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. മുംബൈ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 15 കോടി രൂപ വിലമതിക്കുന്ന കൊക്കീനുമായി ആഫ്രിക്കൻ പൗരൻ അറസ്റ്റിൽ. തെലങ്കാനയിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് 200-ലധികം ആദിവാസി വോട്ടേഴ്സ്. വൈദ്യുതി പ്രശ്നങ്ങളുടെ പേരിലാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. പഞ്ചാബിലെ ഫാസിൽക്ക ജില്ലയിൽ BSF ഹെറോയിൻ പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തൽ. ഇനി രാജ്യാന്തര വാർത്തകൾ. റഫേൽ ഇസ്രായേലി സൈനികർക്കും ടാങ്കുകൾക്കും നേരെ റോക്കറ്റുകളും മോട്ടോറുകളും തൊടുത്തുവിട്ട് ഹമാസ്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 34,904 പേർ. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി തന്റെ വ്യക്തിഗത സംരക്ഷണ ഉത്തരവാദിത്തമുള്ള വകുപ്പ് മേധാവിയെ പുറത്താക്കി. യുക്രൈനിലെ സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ സെർജി ലിയോണി ഡോവിച്ച് റൂഡിനെയാണ് പിരിച്ചുവിട്ടത്. ബ്രസീലിൽ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 107ആയി. 1,00,000-ലേറെ വീടുകൾ തകർന്നു. അർജന്റീന, യുറഗ്വായ് അതിർത്തി പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ തുടരുന്നു. ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ മുന്നേറ്റമെന്ന് കണക്കുകൾ. കയറ്റുമതിയും ഇറക്കുമതിയും വളർച്ചയുടെ പാതയിൽ. കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത് 1.5% വളർച്ച. ആഭ്യന്തര ആഗോള ഡിമാൻഡ് കൂടിയെന്ന് ചൈന. റഷ്യയിലെ ബഷ്കിരിയ മേഖലയിലെ പ്രധാന എണ്ണ സംസ്കരണ പ്ലാന്റിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം. പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ എമർജൻസി സർവീസ്.
സെനഗലിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി 11 പേർക്ക് പരിക്ക്. എയർ സെനഗൽ വിമാനം റൺവേയിൽ നിന്ന് മറിഞ്ഞത് ടേക്ക് ഓഫിന് തൊട്ടുമുൻപ്. പലർക്കും ഗുരുതരമായി പരിക്കേറ്റെന്ന് എയർപോർട്ട് അധികൃതർ. രാജ്യാന്തര സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയം ഓർമ്മിപ്പിച്ചായിരുന്നു പുടിന്റെ പരാമർശം. ഫിജിയൻ മുൻ പ്രധാനമന്ത്രി ബൈനിമരാമയ്ക്ക് തടവ് ശിക്ഷ വിധിച്ച് കോടതി. നടപടി ഫിജിയൻ സർവകലാശാലയിലെ അഴിമതിയെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം റദ്ദാക്കിയതിന് നീതിന്യായ വ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കോടതി. ഇന്ത്യൻ വിദ്യാർത്ഥിയെ ഷിക്കാഗോയിൽ വെച്ച് കാണാതായി. തെലങ്കാന സ്വദേശിയായ രൂപേഷിനെ കാണാതായത് ഈ മാസം 2 മുതൽ. വിദ്യാർത്ഥിക്കായി ഷിക്കാഗോ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയും പോലീസും ചേർന്ന് അന്വേഷണം തുടങ്ങി. അമേരിക്കയുടെയും ചൈനയുടെയും പുതിയ കാലാവസ്ഥാ പ്രതിനിധികൾ വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. US പ്രതിനിധി ജോൺ പൊഡെസ്റ്റ, ചൈനീസ് പ്രതിനിധി ലിയു ഷെർമിൻ എന്നിവർ തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. ചുഴലിക്കാറ്റിൽ വലഞ്ഞ് അമേരിക്ക. വ്യാപക നാശനഷ്ടം, 3 മരണം. അലബാമ, ജോർജിയ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. അബുദാബി രാജകുടുംബാംഗം ഷെയ്ഖ് ഹസ്സ ബിൻ സുൽത്താൻ ബിൻ സായിദ് അൽ നഹ്യാന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി. അൽബത്തീൻ ഖബറിസ്ഥാനിൽ മൃതദേഹം കബറടക്കി. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 23 ചൈനീസ് സൈനിക വിമാനങ്ങളും 5 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. ഈ വർഷം അവസാനത്തോടെ കഞ്ചാവിനെ വീണ്ടും മയക്കുമരുന്നിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് തായ്ലൻ പ്രധാനമന്ത്രി ശ്രേത തവിസിൻ. ആഭ്യന്തര റീറ്റെയിൽ മേഖലകളിൽ കഞ്ചാവ് വ്യാപാരം ദ്രുതഗതിയിൽ വളർന്നതിനിടെയാണ് നിർണായക നീക്കം. ആയിരക്കണക്കിന് പോഷെ ഇലക്ട്രിക് ടൈക്കാൻ മോഡലുകൾ തിരിച്ചുവിളിച്ച് ജർമ്മൻ സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ പോഷെ. ബാറ്ററികൾക്ക് തീപിടിക്കാൻ സാധ്യതയുള്ളതിനാൽ തിരികെ വിളിക്കുകയായിരുന്നുവെന്ന് കമ്പനി. പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഏകീകൃത അറ്റാദായത്തിൽ ഇടിവ്. അറ്റാദായം 30% കുറഞ്ഞ് 4790 കോടി രൂപയായി. ടാറ്റയുടെ പുതിയ വാഹനം ടാറ്റ കർവ്ഡ് SUV വരുന്നു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് വില. 4 നിറങ്ങളിൽ ലഭ്യമാകും. രാജ്യത്തെ മുൻനിര പാസഞ്ചർ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി പുതിയ സ്വിഫ്റ്റ് പുറത്തിറക്കി. 6.49 ലക്ഷം രൂപ മുതൽ 9.65 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില. BSNL വരിക്കാരുടെ ഇന്റർനെറ്റിന് മികച്ച വേഗം കിട്ടും. ഓഗസ്റ്റോടെ രാജ്യവ്യാപകമായി 5G എത്തിക്കുമെന്ന് കമ്പനി അധികൃതർ. പൾസർ NS 400Z അവതരിപ്പിച്ച് ബജാജ്. 4 നിറങ്ങളിൽ ലഭ്യമാകും. 1.85 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് കാണാതെ പഞ്ചാബ് കിങ്സ് പുറത്ത്. നിർണായക മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് 60 റൺസിന് പരാജയപ്പെട്ടു. മുഹമ്മദ് സിറാജിന് 3 വിക്കറ്റ്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. ദോഹ ഡയമണ്ട് ലീഗിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും. കരിയറിൽ ആദ്യമായി 90 മീറ്റർ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ലോക ചാമ്പ്യനായ നീരജ്. കഴിഞ്ഞ ദോഹ ഡയമണ്ട് ലീഗിൽ നീരജിനായിരുന്നു 1ാം സ്ഥാനം. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. രാത്രി 7:30-ക്ക് അഹമ്മദാബാദിലാണ് മത്സരം. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായുള്ള ഇന്ത്യൻ ഒരുക്കത്തിന് തിരിച്ചടി. മലയാളി താരമായ വിപിൻ മോഹനൻ, രാഹുൽ KP എന്നിവരും പരിക്ക് കാരണം ക്യാമ്പിൽ നിന്ന് പിന്മാറും. യുവതാരം പോ കുബാസി ബാഴ്സലോണയിൽ കരാർ പുതുക്കി. 2027 വരെയുള്ള കരാറിലാണ് താരം ഒപ്പുവച്ചത്. ശ്രീലങ്ക T20 ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചു. വനിന്ദു ഹസരംഗയാണ് ക്യാപ്റ്റൻ. ലെഫ്റ്റ് ആം സ്പിന്നിംഗ് ഓൾറൗണ്ടർ ദുനിത് വെലലഗെ ടീമിൽ ഇടം നേടി. ഇനി കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. വിനോദ് ലീല തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മന്ദാകിനി എന്ന സിനിമയിലെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. വൈശാഖ് സുഗുണൻ എഴുതിയ വരികൾക്ക് ബിപിൻ അശോകാണ് സംഗീതം പകർന്നത്. ഡബേസിയാണ് ആലാപനം.
ധനുഷ് നായകനായി എത്തുന്ന ചിത്രം രായനിലെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. ധനുഷും AR റഹ്മാനും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അടങ്ങാത അസുരന്താ വനങ്ങാത മനുഷ്യന്താ തോളോട് തോൾ നിന്നാ തരുവാനെ ഉസുരതാ. മജു തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം പെരുമാനി ഇന്നു മുതൽ തിയേറ്ററുകളിലെത്തും. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ട് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഇവിടെ കലഹം നടക്കണം, കവലയിൽ ആള് കൂടണം, ചർച്ചകൾ നടക്കണം. പെരുമാനി അങ്ങോട്ട് കത്തിയാലും നമ്മുടെ കടയിൽ കച്ചവടം നടക്കണം. ഒറ്റയ്ക്ക് സായി പല്ലവിയും നാഗചൈതന്യയും ഒന്നിക്കുന്ന ചിത്രം തണ്ടിലിന്റെ മേക്കിംഗ് രംഗങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. സായി പല്ലവിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് വീഡിയോ പുറത്തുവിട്ടത്. നവാഗതനായ അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്യുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് ഈ മാസം 12 രാത്രി 8 മണിക്ക് കൊച്ചി ലുലു മാളിൽ നടക്കും. അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേഷ് പി പിള്ളയാണ് ചിത്രം നിർമ്മിക്കുന്നത്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഈ മാസം 16 തിയേറ്ററുകളിലെത്തും. രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധാനം നിർവഹിക്കുന്നത്. ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന ചിത്രം അമരനിൽ നായികയായി സായി പല്ലവി എത്തും. രാജ്കുമാർ പെരിയസ്വാമിയാണ് സംവിധാനം. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം. തേജ സജ്ജ നായകനാകുന്ന പുതിയ ചിത്രം മിറയിൽ മലയാളത്തിൽ നിന്നുള്ള യുവതാരം വേഷമിടുന്നുവെന്ന് റിപ്പോർട്ട്. ദുൽഖർ അതിഥി വേഷത്തിലെത്തുമെന്നാണ് സൂചനകൾ. കാർത്തിക് ഘട്ടംനേനിയാണ് സംവിധാനം. കമൽഹാസൻ ശങ്കർ ടീമിന്റെ ഇന്ത്യൻ 2 ജൂൺ 14 റിലീസ് തയ്യാറെടുക്കുന്നു. 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ 2. സൽമാൻ ഖാൻ നായകനാകുന്ന സിക്കന്ദർ എന്ന സിനിമയിൽ നായികയായി രശ്മിക മന്ദാന എത്തുന്നു. AR മുരുകദോസാണ് സംവിധാനം. ഇനി വൈറൽ ട്രെൻഡ്സ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊച്ചു പെൺകുട്ടിയുടെ കിടിലൻ ഡാൻസ്. വീഡിയോ ഏറ്റെടുത്ത് സൈബറിടം. വൈറലായി യുവാവിന്റെ വയലിൻ പെർഫോമൻസ്. ഇതിനോടകം നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തിയിരിക്കുന്നത്. കൊച്ചുകുട്ടിയുടെ കസേര കളി വൈറലാകുന്നു. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ഫാക്ട് ചെക്ക്. ഹാരിസൺ ഫോർഡ് US സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. 2019 ഐക്യരാഷ്ട്രസഭയിൽ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. പാരീസിൽ പോലീസ് സ്റ്റേഷനിൽ വെടിവെപ്പ്. 2 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അക്രമി പിടിയിൽ. കെനിയയിൽ കനത്ത മഴ. 200 മരണം. നിരവധി വീടുകൾ തകർന്നു. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 17 ഒക്ടോബർ 16 ഇടയിൽ. 2019 നവംബറിലാണ് ശ്രീലങ്ക അവസാനമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്.
അൽ ജസീറയുടെ നസ്രത്തിലെ ഓഫീസിൽ റെയ്ഡുമായി ഇസ്രായേൽ പോലീസ്. നടപടി ഇസ്രായേൽ ഗവൺമെന്റ് അൽ ജസീറയെ നിരോധിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇസ്രായേൽ ഗസ സംഘർഷങ്ങളിൽ ചാനൽ പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് നടത്തിയെന്നാരോപിച്ചാണ് നടപടി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യത. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ് ധാം എന്നിവിടങ്ങളിലേക്ക് വരുന്ന തീർത്ഥാടകർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി നിരോധനത്തിൽ ഇളവ് വരുത്തുന്നില്ലെന്ന് തുർക്കി. സ്ഥിരീകരണം വ്യാപാര നിരോധനം ലഘൂകരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഗസയിലെ കൂട്ടക്കുരുതിയെ തുടർന്നാണ് തുർക്കിയുടെ വ്യാപാര നിയന്ത്രണം. കോഴിക്കോട് പൂളങ്കരയിൽ കാർ മോഷണക്കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം. പ്രതിയെ വാഹനത്തിൽ കയറ്റുന്നത് തടഞ്ഞ നാട്ടുകാർ പോലീസിനെ ആക്രമിച്ച ശേഷം വാഹനത്തിന്റെ ചില്ല് തകർത്തു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പകരം കോൺഗ്രസ് ബാബറി മസ്ജിദ് പണിയും. ഇത് തടയാൻ വേണ്ടിയാണ് 400-ലധികം സീറ്റുകൾ നൽകാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു.